യെസ്, മാസപ്പിറ ശവ്വാൽ മാസപ്പിറ ദൃശ്യമാകുമോ എന്നറിയാനുള്ള ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിലാണ് ഇസ്ലാം മത വിശ്വാസികൾ. ജംഷീർ കൊടിഞ്ഞ് പാണക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ജംഷീർ, കാപ്പാട്ട് ഒരാൾ കണ്ടതായുള്ള ചില സൂചനകളുണ്ട്, പക്ഷെ അത് ഉറപ്പിക്കണം ഖാദിമാർ. പാണക്കാട്ടേക്ക് എന്തൊക്കെ വിവരങ്ങൾ ഈ സമയം കിട്ടുന്നുണ്ട്? ഇപ്പോൾ നിലവിൽ എവിടെയും മാസം കണ്ടതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ചില സൂചനകൾ ചിലയിടങ്ങളിൽ നിന്നുണ്ട്, പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ പാണക്കാട് നിറയെ ആളുകളാണ്. ഇപ്പോൾ പല പണ്ഡിതന്മാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ എല്ലാവരും തന്നെ ഈ കൂടിയാലോചനകളുടെ ഭാഗമായി നിൽക്കുകയാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോൾ ഇത്രയും സമയമായിട്ടും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമോ ഒന്നും വന്നിട്ടില്ല. ചില സൂചനകൾ ചിലയിടത്ത് കണ്ടു എന്നുള്ള കിംവദന്തികൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് ഒരല്പം കൂടി കാത്തിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പാണക്കാട് തങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ സമസ്തയുടെ കേന്ദ്രവും ഷൗറ അംഗങ്ങളൊക്കെ ആയിട്ടുള്ള പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെയുണ്ട്. ഇപ്പോൾ അബ്ദുസമദ് സഖാഫി ഇപ്പോൾ കൊണ്ടു നമ്മുടെ വെച്ചാൽ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇല്ല, സാധ്യത എന്ന് പറഞ്ഞാൽ 29 എന്തായാലും മാസം നോക്കണമല്ലോ. പക്ഷെ കണ്ട വിവരം കിട്ടാനുള്ള താമസം വൈകുമെന്നേ ഉള്ളൂ. അതായത് പല സ്ഥലത്തും ആളുകൾ നോക്കാൻ നിർത്തിയിട്ടുണ്ട്, അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കാരണം സമയം കഴിഞ്ഞിട്ടുണ്ട്. ഈ കണ്ട വിവരം എത്താനുള്ള ഒരു താമസം ഉണ്ടാവും. ഒന്നിൽ കണ്ടു, അല്ലെങ്കിൽ കണ്ടിട്ട് രണ്ടാം വിവരം തങ്ങൾ ഇൻഷാല്ലാ അല്പസമയം കഴിയുമ്പോഴേക്കും പറയും. ഒരു സൂചനയില്ല. സമയം പൂർത്തിയായിട്ടുണ്ട്, പക്ഷെ കണ്ട വിവരം കിട്ടാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗിലാണ്. ഓക്കെ, തീർച്ചയായിട്ടും. അതായത് നിലവിൽ ഇവിടെ അങ്ങനെ വിവരങ്ങൾ വന്നിട്ടില്ല. ഇനി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം വിവരം വരാനുള്ള കാത്തിരിപ്പ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് അല്പസമയത്തിനും തന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം സാദിഖലി തങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് പ്രഖ്യാപിക്കും അല്ലെങ്കിൽ പറയും എന്നുള്ളത് തന്നെയാണ്. ഇപ്പം പണ്ഡിതന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ധാരാളം ആളുകൾ എനിക്ക് ചുറ്റും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ തോന്നുന്നു. ധാരാളം ആളുകൾ ഇവിടെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് അല്ലെങ്കിൽ അത് കേൾക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പാണക്കാട് ഇത്തരത്തിൽ ഈ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. അത്തരത്തിൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചു നമസ്കാരം കഴിഞ്ഞ് ശരി, പാളയം ഇമാം സുഹൈബ് മൗലവി സംസാരിക്കുന്നു. അതിലേക്ക് പോവാം. തിരുവനന്തപുരം പാളയം പള്ളി ഇമാം. പക്ഷെ സ്ഥിരീകരണം വന്നിട്ടില്ല. സൂചനകളാണ്, നമുക്ക് അത് വെച്ചങ്ങാണ്ട് പറയാൻ കഴിയില്ല. ഷാഫി ഇമാം യെസ്, ശവ്വാൽ മാസപ്പിറവി കാണുമോ എന്ന ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിലാണ് ഇസ്ലാം മത വിശ്വാസികൾ ഉള്ളത്. ഇന്ന് മാസപ്പിറ ദൃശ്യമായാൽ നാളെ ചെറിയ പെരുന്നാളായിരിക്കും. അല്ല, മാസപ്പിറവി ദൃശ്യമായിട്ടില്ല എങ്കിൽ നോമ്പ് 30 പൂർത്തിയാക്കി, റമദാൻ 30 പൂർത്തിയാക്കി മറ്റന്നാളായിരിക്കും ചെറിയ പെരുന്നാളെന്ന് ഖാദിമാർക്ക് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പക്ഷേ ആ പ്രഖ്യാപനത്തിന് ഇനിയും സമയമെടുക്കുമെന്നുള്ളതാണ്. ഇതിനിടയിൽ എവിടെയെങ്കിലും മാസപ്പിറ ദൃശ്യമായാൽ വേഗത്തിൽ പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയും ചെയ്യാം. പക്ഷേ നിലവിൽ സൂര്യാസ്തമയം കഴിഞ്ഞ് ഏറെക്കുറെ 1 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. 50 മിനിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. മാസപ്പിറ കാണേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കാണാൻ സാധ്യതയുണ്ടെങ്കിൽ. പക്ഷേ മൂൺലാഗിൻ്റെ സമയവും ഒക്കെ കഴിഞ്ഞതിന് ശേഷവും ഏതോ ഒരു ഭാഗത്ത് മാസപ്പിറ കണ്ടതായുള്ള ചെറിയ സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതാരാണ് കണ്ടത്, കണ്ടയാൾക്കൊരു സാക്ഷി വേണം. അതൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഖാദി അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കൂ. അതും ഒരു ഖാദി മാത്രം ഒരു തീരുമാനമെടുക്കില്ല. മറ്റു ഖാദിമാരുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷം ഒരു തീരുമാനം, ഒരു ഐക്യകണ്ഠേനയുള്ള ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ പ്രഖ്യാപനമുണ്ടാകൂ. അപ്പോൾ വിവിധ ഖാദിമാർ കൂടിയാലോചന തുടരുകയാണ് ഇപ്പോഴുമെന്ന് മനസ്സിലാക്കുന്നു. കടലുണ്ടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഒരു ഫ്രെയിമിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഖലീലുൽ ബുഖാരി തങ്ങൾ കടലുണ്ടി കോർണിഷ് പള്ളിയിൽ അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടിയാണ് എല്ലാ തവണയും ഈ മാസപ്പിറ കാണുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാറ്. ഇപ്പുറത്ത്